അങ്ങനെ നമ്മൾ SP ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ് ചെറുക്കനെ കാണാൻ. എന്താ പേഷ്യൻറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആക്സിഡന്റിനെ പറ്റി എന്താണ് നിഖിലിന് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസ് സീനാണ് കാല്. ഉള്ളിൽ വേദന സഹിച്ച് ചെറുക്കൻ. 4 ഓറഞ്ചാണ് നമ്മൾ കാരണം ഇവിടെ തീർന്നത്. തന്നെയാണ് കുടിച്ചത്. ഇവിടെ കഴിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മൾ മേടിച്ചോണ്ട് വന്നത്. ആർക്ക് വിഷമം? ആശുപത്രിയില് പാർക്കിംഗ് ഇല്ല ഗൈസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീരിയസ് വിഷയമാണ്. പഴയ SP ഫോർട്ട്. SP ഫോർട്ടിലെ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അതെ. ആക്സിഡന്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് ആക്സിഡന്റ് ഈ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാനുള്ളത് താങ്കൾക്ക്? എന്തെങ്കിലും ഉപദേശം കൈമാറി? വേഗത കുറച്ച് പോണതിനെ പറ്റി അല്ലെങ്കിൽ ഇതിനെ കിടക്കാം. അല്ല, ക്യാമറ കള്ളം പറയാൻ പാടില്ല. 40 നമ്മൾ അവിടെ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നിഖിലിനെ കണ്ടിട്ട് ഇറങ്ങി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൻ പ്രശ്നം എന്തെന്നാ ഫുഡ് എവിടെ നിന്ന് കഴിക്കണോന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന നല്ല ഫുഡ് സ്പോട്ട് എവിടെയാണ് നിങ്ങൾ കമന്റ് അതെ. പിന്നെ നമ്മളിപ്പോ അല്ലാത്ത സമയത്ത് ഇൻസ്റ്റാ നോക്കുമ്പോഴത്തേക്ക് നിറച്ച് ഫുഡ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഫുഡ് സ്പോട്ടും കിട്ടാതിരിക്കുന്നത്. നിങ്ങളിതുപോലുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് കമന്റ് ചെയ്യണം. നമ്മളിപ്പോ 4 പേർക്ക് 4 സജഷനാണ് ഉള്ളത്. 4 ഹോട്ടല്. അത് എവിടെയെങ്കിലും നമ്മളിപ്പോ ഒരാൾക്ക് ഷവായ തിന്നണം, ഒരാൾക്ക് ദോശ തിന്നണം, ഒരാൾക്ക് മന്തി കയറ്റണം, ഒരാൾക്ക് ബിസ്ക്കറ്റ് കയറ്റണം. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും നമ്മൾ ഇവിടെ കയറണോ? താഴെ കമന്റ് ബോക്സ് നിറയും. സിഗ്നൽ കഴിഞ്ഞു. സനിയ പിന്നെ ബാക്കിൽ നിന്ന് തെറി കിട്ടി ഗൈസ്. ശരിയല്ല. ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പല ലൊക്കേഷനുകളിലും. 8 മണിക്ക് നോർമൽ ട്രാഫിക് ആണ് ഇപ്പൊ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ലോറി ഡ്രൈവർമാരോട് കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഹോട്ടലിലെത്തിയിട്ട് SP ഫോർട്ടിൽ നിന്ന് നമ്മൾ ഈ സ്ഥലം എവിടെയാണെന്ന് കമന്റ് ചെയ്യുക ഗൈസ് താഴെ. ട്രിവാൻഡ്രത്തിന്റെ ഹൃദയഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. കൊച്ചിയിൽ മാത്രമല്ല ട്രിവാൻഡ്രത്ത് നമുക്ക് ഇതുവണത്ത് ഒരുപാട് റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാമറ ഉണ്ട് ഗൈസ്.
ഗൈസ് നമ്മളിപ്പോ ട്രിവാൻഡ്രത്തിന്റെ 5 സ്റ്റാർ ഹോട്ടലായ ഓബൈ തമാരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ദിയ കൃഷ്ണയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ വരുന്നത്. ദിയാകൃഷ്ണ ഇല്ലേ, അവളെ കമ്പനിയുടെ പേരെന്തോ ഓബൈ ഓസിയാണത്. ഇതിന്റെ കോപ്പിയാണ് ഓബൈ തമാര. നമ്മളിപ്പോ തീരുമാനിച്ചത് ലുലുവില് കയറി ഫുഡ് കഴിക്കണോ വേണ്ട. കേറുന്നുണ്ടോ? എന്തിനു വേണം? ലുലുവില് കയറി ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല ഡ്രൈവറിന്. താല്പര്യമില്ല. ഡ്രൈവറിന്റെ ആഗ്രഹം. ഇവിടെ താല്പര്യം ഉണ്ടോ? വേണമെങ്കിൽ കേറാം. എനിക്ക് ഏതായാലും ഇവിടെ എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിച്ച് അവനെ എനിക്ക് ഫുഡ് കഴിച്ചാൽ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെ ലുലുവിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഗേസ്. നേരെ പാരഗണില് ആ ഒരു കറുപ്പ് നീ ക്യാമറ തുടങ്ങിയാൽ ഗൈസ് അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ഒടുവിൽ നമ്മൾ മലബാർ ക്യുസയിൽ എത്തിയിരിക്കുകയാണ്. മലബാർ ക്യുസയിൽ അഫ്ഗാനി ഷവായി. 3 പീസാണ് വന്നത്, പിന്നെ 2 ആയതാണത്. ഫുഡിന് എത്ര കൊടുക്കാം? 5 2 മലബാർ ക്യുസയിലെ സ്ഥിരം കസ്റ്റമറാണ് സനൂപ്. അവന് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പയ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അവസാനം അന്ത് ബൈക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു ഗൈസ്. കുഴപ്പമില്ല. സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് വീഡിയോ സാർ അടുത്ത പടം ഏതാണ് സാർ? ഒരവാണ് നിന്റെ ഡിക്കി. സാർ അടുത്ത പടം അടുത്ത പടം ഇപ്പോഴൊന്നും സാർ ഇപ്പൊ എങ്ങോട്ടാണ്? ഇപ്പൊ വീട്ടിൽ പോണം ഫുഡ് കഴിക്കാൻ. എവിടെ സാർ? നമ്മളൊരു പയ്യൻ വണ്ടി നിന്നാണ് അങ്ങനെ. ഓക്കെ അല്ലേ? എന്താണ് ആ ഡോർ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇടിച്ച് വരുത്തിയേക്കുന്നത്. നമ്പർ പ്ലേറ്റ് എടുത്ത് വണ്ടി എന്തിനാ വണ്ടി? ഗൈസ് അങ്ങനെ നമ്മള് ആറ്റിങ്ങ ഹോം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വ്ളോഗ് കാരണമാണ് ഈ വ്ളോഗ്. നിഖിലിന്റെ കാല് വയ്യാത്തത് കാണാൻ പോകുന്ന വ്ളോഗ് തീർന്നിരിക്കുന്നു ഗൈസ്. നിഖിലെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിഖിലിന് വയ്യാത്തത് പ്രമാണിച്ച് നമ്മളെ നന്ദ് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫുഡ് ഞാനെന്നാ സങ്കീർത്ത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിഖില് റെഡി ആയിട്ട് വരട്ടെ. നിഖിലിനെ നമുക്ക് വ്ളോഗിൽ തന്നെ കൊണ്ടുവരാം. കാണിച്ചില്ലേ വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന വ്ളോഗില് നിഖിലുണ്ടായിരിക്കും. നല്ല കഴിവുള്ളൊരു കഴിവേറിയാണ്. ഓക്കെ ഗൈസ്. ഓക്കെ